കുറച്ചു കാലമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ സബ് ഇൻസ്പെക്ടർമാർ, SI-മാർ എന്ന് പറയുന്ന, സ്ഥലം SI എന്ന് പറഞ്ഞാൽ പണ്ട് പേടിച്ചു പറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് SI-മാർ വെറും ഓഫീസ് സ്റ്റാഫിനെ പോലെ ഏതെങ്കിലും ഒരു കസേരയിട്ട് ഒരു മൂലക്കിരിക്കുകയാണ്. സ്റ്റേഷന്റെ മുഴുവൻ ചുമതലയും SHO എന്ന് പറയുന്ന വ്യക്തിക്കാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ഇൻസ്പെക്ടർ റാങ്കിലുള്ള, അതായത് പഴയ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോ അതിന് തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥരോ ആണ് SHO-മാരായി വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല വഹിക്കുന്നത്. ഈ SIക്ക് ഒരു ഒപ്പിടുന്ന ആവശ്യം പോലുമില്ല. അപ്പം SI-മാരായി മാറുന്നവർ ഞങ്ങൾ അവിടുത്തെ ഒരു സീനിയർ ക്ലർക്ക് എന്ന് പറയുന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു SI പറഞ്ഞത്. ഏതാണ്ട് അതുപോലെ തന്നെ SI-മാർക്ക് പ്രത്യേകിച്ച് ഒരു നിയമപരമായ അധികാരവും സ്റ്റേഷൻ സംബന്ധിച്ചില്ല. കേസെടുക്കണമെങ്കിലോ മറ്റ് നടപടിക്രമങ്ങളോ കോടതി നടപടിക്രമങ്ങളോ ഒക്കെ തന്നെ ലീഡ് ചെയ്യുന്നത് SHO ആണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരാണ്. പണ്ട് ഒരു സ്റ്റേഷന്റെ ചാർജ് തന്നെ SI ആയിരുന്നു, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്നു. ഇനി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ വീണ്ടും ഈ SI-മാരുടെ ആ ഒരു പവർ തിരിച്ചു വരും എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത്. തിരിച്ചു വരണം എന്ന് പറയുന്നവരുണ്ട്, വരണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ആഭ്യന്തര വകുപ്പിലെ, പ്രത്യേകിച്ചും പോലീസ് വകുപ്പിലെ കാര്യങ്ങൾ കൃത്യമായി അറിയാനും അത് മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ആഭ്യന്തരമന്ത്രി തന്നെയായിരിക്കും രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മളത് കണ്ടതാണ്. അതായത് ഓപ്പറേഷൻ കുബേര പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. ഇപ്പോഴും ഇവിടെ കേരളത്തിൽ ബ്ലേഡ് മാഫിയ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വരെ അതിക്രമം നടത്തി അഴിഞ്ഞാടിയിരുന്ന സമയത്താണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അന്ന് ഓപ്പറേഷൻ കുബേരയുമായി എത്തിയത്. നാടൊട്ടുക്ക് ബ്ലേഡുകാരെ ഓടിച്ചിട്ട് പിടിച്ച് പിടിച്ചകത്തിട്ടു, നല്ല തട്ട് കൊടുത്ത് പിടിച്ചകത്തിട്ടു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ബ്ലേഡ് ഗുണ്ടകൾ, പ്രത്യേകിച്ചും ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വട്ടിപ്പലിശക്കാരും ബ്ലേഡ് ഗുണ്ടകളുമൊക്കെ ഓടി രക്ഷപ്പെട്ടു. അവർക്ക് നിക്കക്കള്ളിയില്ലാതായി. അതുമാത്രം നോക്കിയാൽ മതി എങ്ങനെ പോലീസിനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പോലീസിനെ കൃത്യമായി തന്നെ അവരുടെ ആ ഒരു കഴിവനുസരിച്ച് ഉപയോഗിക്കണം, ജനനന്മയ്ക്ക്, ജനങ്ങളുടെ സേവനത്തിന്, ജനങ്ങളുടെ സുരക്ഷയ്ക്ക്, ക്രമസമാധാനത്തിന് ഒക്കെ പോലീസിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. SI-മാർ അത് ഒരു രീതിയാണ്. ഒരു സ്റ്റേഷന്റെ ചാർജായിട്ട് SI-മാർ, അവർക്ക് മുകളിൽ ഒരു CI അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ. ഈ രീതിയായിരുന്നു പണ്ട് പുലർത്തി പോന്നിരുന്നത്. അതാണ് ആരോഗ്യകരമായൊരു പോലീസിങ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഈ SHO ഭരണമാണ് നല്ലത് എന്ന് പറയുന്നവരുണ്ട്. രണ്ടിൻ്റെതായ ഗുണങ്ങളും പോരായ്മകളും ഉണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പം രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. SI-മാർക്ക് പഴയ അധികാരം തിരിച്ചു വരും. അവർക്ക് വെറും ക്ലർക്കായിട്ടും അല്ലെങ്കിൽ ഒരു സീനിയർ ഓഫീസറായിട്ടും ഇരിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ ഓഫീസറായിട്ട്, മിനിസ്റ്റീരിയൽ സ്റ്റാഫായിട്ട് ഇരിക്കേണ്ടി വരില്ല. അവർക്കും അന്വേഷണത്തിനും മറ്റ് നിയമ സംവിധാനങ്ങൾക്കുമുള്ള അനുവാദമുണ്ടാകും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യാപകമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വലിയൊരു മാറ്റം ആഭ്യന്തര വകുപ്പിൽ ഉണ്ടാകും എന്നതിൽ സംശയമില്ല. കാരണം ഇത്രയും നാളും ആഭ്യന്തര വകുപ്പ് ഒരു കുത്തഴിഞ്ഞതായിരുന്നു. പണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് KK രമ പറഞ്ഞതുപോലെ ആഭ്യന്തര മന്ത്രിയുടെ സ്ഥാനത്ത് ഒരു വാഴയാണ് ഇരുന്നത് എന്ന് പറഞ്ഞതുപോലെ എന്തായാലും ഒരു വാഴയായിരിക്കില്ല ഇനി വരുന്നത്. കൃത്യമായി കേരളത്തിൻ്റെ ക്രമസമാധാനവും ജനങ്ങളുടെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ആഭ്യന്തര മന്ത്രിപദമായിരിക്കും രമേശ് ചെന്നിത്തല അലങ്കരിക്കുക എന്ന് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ തന്നെ അത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പം ആഭ്യന്തര വകുപ്പിൽ കാതലായ മാറ്റങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്.